ഒന്നുകൂടി ഒന്ന് വേണം രമ, ഇവിടെ നമുക്കറിയാം ഈ പരോളുമായി ബന്ധപ്പെട്ട ഒരുപാട് ആക്ഷേപങ്ങൾ, ഈ ടി പി കേസ് പ്രതികളുടെ പരോളുമായി ബന്ധപ്പെട്ട ഒരുപാട് ആക്ഷേപങ്ങൾ, ക്രമവിരുദ്ധമായി പരോൾ നൽകിയെന്നും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഈ 5 പ്രതികൾക്ക് ഒരുമിച്ച് പരോൾ അനുവദിക്കുകയാണ്. ടി പി കേസുമായി ബന്ധപ്പെട്ടുള്ള 5 പ്രതികൾക്ക് അത്രത്തോളം ആനുകൂല്യങ്ങൾ അവർക്ക് നൽകുന്ന വാർത്തകൾ നമ്മൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട പശ്ചാത്തലമുണ്ട്. അവർ ജയിലിൽ അനുഭവിക്കുന്ന സുഖസൗകര്യങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ജയിലിലെ ഫോൺ വിളി അടക്കം പുറത്തു വന്നാണ്, മാധ്യമങ്ങളടക്കം പുറത്തുവിട്ടതാണ് തെളിവ് സഹിതം. അതൊന്നും റെജി ലൂക്കോസിനോട് നിഷേധിക്കാൻ പറ്റില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു ക്രിമിനൽ കേസ് പ്രതികൾക്കും ലഭിക്കാത്ത വിധമുള്ള ആനുകൂല്യങ്ങൾ ഈ പ്രതികൾക്ക് ജയിലിലും പുറത്തുമൊക്കെ ലഭിച്ചത് നമ്മൾ കണ്ടു. താങ്കൾ ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയോട് നിയമസഭയിൽ സർക്കാരോട് ചോദ്യം ചോദിച്ചിരുന്നുവല്ലോ. എന്താണ് അതിനുള്ള മറുപടി താങ്കൾക്ക് ലഭിച്ചത്? അങ്ങനെ ഒരു മറുപടി താങ്കൾ കിട്ടിയിട്ടുണ്ടോ? ഈ പരോളുമായി ബന്ധപ്പെട്ട് ചോദിച്ച് നിയമസഭാ സമ്മേളനത്തിൽ ചോദിച്ച ചോദ്യത്തിന് ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കാൻ സർക്കാർ തയ്യാറായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഒരു നിയമസഭാ അംഗം ഒരു സഭയിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ സഭാ കാലയളവിൽ തന്നെ അതിന് മറുപടി കൊടുക്കണമെന്നതാണ്. ഇല്ലെങ്കിൽ അതിന്റെ കാരണം തീർച്ചയായിട്ടും സഭയിൽ പറയണമെന്നതാണ്. ഇല്ലെങ്കിൽ ആ സഭാ അംഗത്തിന് മറ്റ് നടപടികളിലേക്ക് സ്പീക്കറുമായി ബന്ധപ്പെട്ട് പോകാം എന്നുള്ളതാണ് സഭാ ചട്ടം പറയുന്നത്. പക്ഷേ കഴിഞ്ഞ സഭയിലാണ് ഞാൻ ഈ ചോദ്യം കൊടുത്തത്. ഏകദേശം 6 മാസം കഴിഞ്ഞു. 6 മാസം കഴിഞ്ഞും ആ ചോദ്യത്തിന് ഇന്ന് വരെ, ഈ നിമിഷം വരെ ആ ചോദ്യത്തിന് മറുപടി കിട്ടിയിട്ടില്ല. വെയിറ്റിംഗ് ഫോർ ദ ആൻസർ എന്നാണ് ആ ക്വസ്റ്റ്യന്റെ പിറകിലുള്ളത്. എന്താ ഇത്രയും കാലം അവർക്കത് ശേഖരിക്കാൻ സാധിക്കാതെ വന്നത്? അത് ഒരു അംഗത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ഇതുകൂടിയാണിത്. അതുപോലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇപ്പോൾ ഈ സഭയിലും കൊടുത്തിട്ടുണ്ട് ചോദ്യം. ഈ സഭയിലും മുഖ്യമന്ത്രിയുടേത് കഴിഞ്ഞു. ഈ സഭയിലും അതിന്റെ ആൻസർ കിട്ടിയിട്ടില്ല. അതിൽ പ്രധാനം 10 പ്രതികൾക്കാണ് ഇപ്പൊ പരോള് കൊടുത്തിരിക്കുന്നത്. ടി പി കേസിലെ 10 പ്രതികളെ ഒന്നിച്ചു പുറത്തുവിടുന്നു. എങ്ങനെയാണ് 10 പ്രതികളെയൊക്കെ ഒന്നിച്ചു പുറത്തുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്? ഇനി 10 പ്രതികളെ വിട്ടിട്ടില്ലേ? ഇല്ലെങ്കിൽ അവർ പറയട്ടെ ഞങ്ങൾ 10 പേരെ വിട്ടിട്ടില്ല എന്നുള്ളത്. അപ്പം അത്തരത്തിൽ കാര്യങ്ങളൊക്കെ എല്ലാ ജയിൽ ചട്ടങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് നിലവിലുള്ള നിയമങ്ങളെയൊക്കെ അപ്രസക്തമാക്കിക്കൊണ്ടുള്ള നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്ത്. കൈവശം ചില ഡേറ്റാസ് ഉണ്ടാവുമല്ലോ. നമ്മൾ ഈ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് 2021-ലോ 2022-ലോ മറ്റോ നിയമസഭയിൽ ഒരു മറുപടി ലഭിച്ചാണെന്ന് മനസ്സിലാകുന്നു. അതുവരെയുള്ള കണക്ക് മാത്രമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ വഴിവിട്ട പരോളുകൾ, ക്രമവിരുദ്ധമായ രീതിയിലുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തലോ അതുമായി ബന്ധപ്പെട്ടൊരു കണക്ക് കെ രമയുടെ ഭാഗത്തുണ്ട്, കയ്യിലുണ്ടാകുമല്ലോ. താങ്കൾ ഇതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടം ഇപ്പോഴും തുടരുന്ന ഒരു വ്യക്തിയല്ലേ? അതെ, അത് എന്റെ കയ്യിൽ 2022 വരെ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് ഏകദേശം 2000-ൽ പരം ദിവസം ഇവർക്ക് പരോള് കിട്ടിയതിന്റെ കണക്ക് എന്റെ കയ്യിലുണ്ട്. അതിനുശേഷമാണ് കോവിഡ് വരുന്നത്. കോവിഡ് സമയത്ത് 1.5 വർഷം ഈ പ്രതികൾ മുഴുവൻ പുറത്താണ്. എല്ലാ ആളുകളെയും ജയിലിന് കോവിഡിന്റെ മാനദണ്ഡം വെച്ച് ജയിൽ പ്രതികളെ പുറത്തുവിട്ട സമയത്ത് ഇവരും പുറത്താണ്. അതിനുശേഷവും പല ദിവസങ്ങളിൽ ഇത്തരം പ്രതികളൊക്കെ പുറത്തുള്ളതായിട്ടുള്ള വിവരങ്ങൾ നമുക്കുണ്ട്. പുറത്തു വന്നിട്ട് പല ആഘോഷങ്ങൾ നടത്തും. കഴിഞ്ഞ ദിവസം പെരുന്നാളിന് മുഹമ്മദ് ഷാഫി പരോളിൽ പുറത്താണ്. എന്നിട്ട് അവിടെയുള്ള ഒരു ഡിവൈഎഫ്ഐ നേതാവിന്റെ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ വാട്സപ്പിലെ സ്റ്റാറ്റസ് എന്താ, പെരുന്നാൾ ആഘോഷ ടീം എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് ഷാഫിയും കുട്ടരും ഇരുന്ന് മുമ്പിൽ കള്ളുകുപ്പിയുണ്ട്, അതിനെ വെച്ചിട്ട് ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇടുന്നത് നമ്മൾ കാണുകയാണ്. തൊട്ടടുത്ത കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, പെരുന്നാളപ്പോ 4 ദിവസം മുന്നേ അല്ലേ പെരുന്നാൾ നടന്നത്, അന്ന് ആ പ്രതികൾ പരോളിൽ പുറത്താണ്. അപ്പൊ ഇവരൊക്കെ ഇപ്പോഴും പരോളിലൊക്കെ പുറത്താണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഇപ്പം വിവരാവകാശ മുഖേന ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇനി നിയമസഭയിൽ നിന്ന് കിട്ടിയില്ല, വിവരാവകാശ മുഖേന ഇതിന്റെ കറക്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് അറിയണമല്ലോ. അല്ലാതെ ജയിലിന് എത്ര കിട്ടി, ഇനി അവര് സത്യസന്ധമായ റിപ്പോർട്ടാണോ തരുക എന്നതൊന്നും നമുക്കറിയില്ല. അത് വേറെ കാര്യം. ഇപ്പോൾ ടി പി കേസിലെ തന്നെ ഒരു പ്രതി ഹൈക്കോടതി നേരത്തെ വിചാരണ കോടതി വെറുതെ വിട്ട് ഹൈക്കോടതി ശിക്ഷിച്ച ജ്യോതിബാബു എന്ന് പറയുന്ന ഈ കേസിലെ 12ാമത്തെ പ്രതി, ആ പ്രതി ഇപ്പോഴും പരിയാരം മെഡിക്കൽ കോളേജിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജയിലിലേക്ക് പോയതായിട്ട് ഒരു അറിവില്ല. നേരെ ശിക്ഷ കഴിഞ്ഞ് നേരെ പരിയാരം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അദ്ദേഹത്തിന് ഡയാലിസിസ് ഉൾപ്പെടെയുള്ള ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അദ്ദേഹം എല്ലാവിധ ബിസിനസ് കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? മറ്റേതെങ്കിലും പ്രതികൾക്ക് അങ്ങനെ സാധിക്കുമോ? എന്തേ ടി പി കേസ് പ്രതികൾക്ക് മാത്രം ഇങ്ങനെയൊരു അവസരം ഉണ്ടാകുന്നത്? അതിന് മറ്റ് നടപടികളൊന്നും ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? ഇതാണ് ഇവിടെയുള്ള മെയിൻ പ്രശ്നം. ഇതൊക്കെ പൊതുസമൂഹത്തിന് മുന്നിൽ വരേണ്ടതാണ്, ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ഈ വിഷയങ്ങൾ ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് നമ്മൾ ഇതൊക്കെ പറയുന്നത്. ഇതൊക്കെ ഇങ്ങനെ നിർബാധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ
നമ്മുടെ കേസിലെ പ്രതികൾക്ക് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അവർ ചെയ്ത കാര്യം ഈ പാർട്ടി നേതൃത്വത്തിന് വേണ്ടിയാണ്. പാർട്ടി നേതൃത്വം പറഞ്ഞതിനനുസരിച്ച് പ്രവർത്തിച്ചതിന്റെ പ്രത്യുപകാരങ്ങൾ അവർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. തുടരുക ശ്രീമതി കെ രമ, റിജു ലൂക്കോസ്, മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ.